ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചിലധികം പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് സെൻസേഷൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസസ് ഉണ്ടാക്കാൻ കഴിവുള്ള സെൻസേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള സെൻസേഷൻസിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. രണ്ട് തരം സ്റ്റിമുലസ് ആണുള്ളത്, ഇന്റേണൽ സ്റ്റിമുലസും എക്സ്റ്റേണൽ സ്റ്റിമുലസും. ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്റ്റിമുലസ് ആണ്. അതായത് ഇപ്പോൾ തേഴ്സ്റ്റ്, ഹങ്കർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റേണൽ സ്റ്റിമുലസിന് എക്സാമ്പിൾ ആണ്. തേഴ്സ്റ്റ്, ദാഹം എന്ന ആ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുമ്പോൾ അതിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. അതുപോലെ തന്നെ ഹങ്കർ, വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും. അതാണ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഹങ്കർ എന്ന സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ്. അങ്ങനെ ഏതൊക്കെ സെൻസേഷൻസിനാണോ ഒരു ഓർഗാനിസം റെസ്പോൺസ് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചൂട്, തണുപ്പ്, അതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഇതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി ഈ റെസ്പോൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും, ഒരു ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ പലധികം റെസ്പോൺസസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസസിനെ, സ്റ്റിമുലസിന് ഭാഗമായിട്ടുണ്ടാവുന്ന റെസ്പോൺസുകളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ആണ് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലെ എല്ലാ റെസ്പോൺസസിനെയും എല്ലാ ആക്ഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോൺ എന്താണെന്ന് നോക്കാം. ന്യൂറോൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോൺ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഏറ്റവും ചെറിയ കണം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന്? സെല്ലാണെന്ന് പറയും. അതുപോലെ നെർവസ് സിസ്റ്റത്തിന്റെ സെല്ലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ന്യൂറോൺ എന്താന്ന് നോക്കാം. ന്യൂറോൺ ഈസ് ദി സ്ട്രക്ചറൽ and functional unit of nervous system. ഒരു നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ്, ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും നമ്മൾക്ക് ഈ ഒരു പടം വരച്ച് തന്നെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ന്യൂറോണിന് നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓർഗാനിസത്തിന്റെ എന്താണ്? സെല്ലാണ്. അതേപോലെ തന്നെ ന്യൂറോണും എന്താണ്? ഒരു സെല്ലാണ്. ആ സെല്ലിന് ഒരു സെൽ ബോഡി ഉണ്ട്. ഇതാണ് ന്യൂറോണിന്റെ സെൽ ബോഡി എന്ന് പറയുന്നത്. സാധാരണ സെല്ലിലുള്ളത് പോലെ തന്നെ സെല്ലിനകത്ത് സൈറ്റോപ്ലാസവും അതുപോലെ തന്നെ എന്തുകൊണ്ട്? ന്യൂക്ലിയസും ഉണ്ട്. ഇനി ഈ സെൽ ബോഡിയുടെ പ്രത്യേകത ബാക്കിയുള്ള സെല്ലിനെ പോലെയല്ല. ഇതിന് ചില പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെ, സെൽ ബോഡിയുടെ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സൺ എന്നാണ്. ആക്സൺ വീണ്ടും പല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ആക്സന്റെ ബ്രാഞ്ച് ആക്സണൈറ്റ്. ഈ ആക്സണൈറ്റ് എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ട് പോലെയുള്ള ചെറിയൊരു സ്ട്രക്ചറിലാണ്. ഇത് നമ്മൾ പറയുന്നത് ആക്സൺ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ്. അപ്പോൾ ഷോർട്ട് ഫിലമെന്റ്സും ഉണ്ടാവുമല്ലോ. ആ ഷോർട്ട് ഫിലമെന്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രോൺസ്. ഡെൻഡ്രോൺസ് ആണ് സെൽ ബോഡിയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫിലമെന്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ്. ഈ ഡെൻഡ്രോൺസിനെ വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു. ഡെൻഡ്രൈറ്റ്. സോ അതുപോലെ തന്നെ ആക്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈലിൻ ഷീറ്റ് അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് ഉണ്ട്. ഈ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷ്വാൻ സെൽസ് കൊണ്ടാണ്. ഇതാണ് ഒരു ന്യൂറോണിന്റെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും.
എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞു ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണെന്ന് എഴുതാം. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണെന്ന് എഴുതാം. അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു? ആ റെസ്പോൺസിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നവരാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ബ്രാഞ്ചാണ്? ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഡെൻഡ്രോൺസ്. ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽ ബോഡിയുടെ സ്മോളസ്റ്റ് പ്രൊജക്ഷൻ ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് ഇമ്പൾസിനെ സ്വീകരിക്കും. ആ സ്വീകരിച്ച ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്ന ആളാണ് ആര്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോണിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ 2 പോയിന്റ് ആയല്ലോ. ഒന്നെന്ന് പറയുന്നത് സെൽ ബോഡി സ്മോളസ്റ്റ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫിലമെന്റിനാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു? ഡെൻഡ്രൈറ്റിന്റെ കയ്യിൽ നിന്ന് ഇമ്പൾസസിനെ വാങ്ങി സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ഇതെന്താണ്? സെൽ ബോഡിയിലേക്ക് കൊടുക്കും. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആക്സൺ ആണ്. സെൽ ബോഡിയുടെ ലോങ്സ്റ്റ് ഫിലമെന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സൺ എന്ന് പറയുന്നത്. ആക്സൺ എന്ത് ചെയ്യുന്നു? ഈ സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? വെളിയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ആക്സൺ ആണ്. അപ്പോൾ ആക്സൺ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആക്സണിന് ചുറ്റുമായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മൈലിൻ ഷീത്ത് ഉണ്ട്. മൈലിൻ ഷീത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷ്വാൻ സെൽസ്. ഇനി ഈ ആക്സൺ കൊണ്ടുവരുന്ന ഇമ്പൾസിനെ വാങ്ങുന്നത് ആക്സന്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ആക്സോനൈറ്റ് ആണ്. ആക്സോനൈറ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ആക്സന്റെ പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ആക്സോനൈറ്റ്സ് എന്ന് പറയുന്നത് ആക്സന്റെ ബ്രാഞ്ചസ് ആണെന്ന് എഴുതാം. അതുപോലെ അടുത്ത അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് എന്ത് എഴുതാം? ഈ ആക്സൺ കൊണ്ടുവരുന്ന ഇമ്പൾസസിനെ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുന്നതാണ് ആക്സോനൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ന്യൂറോൺ, അല്ലെങ്കിൽ ഏറ്റവും ടിപ്പിലുള്ള പോർഷൻ ആണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ന്യൂറോൺ തന്നെ ഏറ്റവും ടിപ്പ് പോർഷൻ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് എന്താ നമ്മൾ പറയുക? സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുക ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ. അതായത് ഇമ്പൾസസിനെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ന്യൂറോൺ. അപ്പോൾ ന്യൂറോണിന്റെ സ്ട്രക്ചറും നമ്മൾ പഠിച്ചു, അതിനോടൊപ്പം തന്നെ അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പഠിച്ചു. ഫംഗ്ഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആക്സൺ ന്യൂറോണിന്റെ പാർട്ടായിട്ടുള്ള ആക്സണിനെ കുറിച്ച് പറഞ്ഞു. ഈ ആക്സണിനെ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ ആക്സണിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഷീത്ത് പോലെ അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ ഉള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇനി മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്സന് ചുറ്റുമായിട്ട് ഇത് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയണം. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറയണം. മൈലിൻ ഷീത്ത് ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ അതിനെ ചുറ്റിയിരിക്കും. എന്തിനെ? ആക്സനെ ചുറ്റി ഇതിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ഷീറ്റ് ഫോർമേഷൻ നടക്കും. ആ ഷീത്താണ് എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ഫങ്ഷൻസ്. മൈലിൻ ഷീത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആക്സന്റെ പ്രൊട്ടക്ഷൻ ഓഫ് ആക്സൺ അല്ലെങ്കിൽ നെർവ് ഫൈബർ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ആക്സൺ ഇങ്ങനെ ചുറ്റിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആക്സണിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോണിന് ആവശ്യമായിട്ടുള്ള നെർവ് ഫൈബേഴ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. ന്യൂട്രിയൻസും ഓക്സിജനും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു?
നെർവ് ഫൈബേഴ്സിന് അല്ലെങ്കിൽ മൈലിൻ ഷീത്തിന് മൈലിൻ ഷീറ്റിനല്ല ആക്സന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ചുറ്റിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എലിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ്റെ അവിടെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന്, വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും നമുക്ക് ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആക്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മൈലിൻ ഷീറ്റാണ്. അതുപോലെ തന്നെ ഒരു ഇപ്പോൾ വയറിന് ചുറ്റുമായിട്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് ടേപ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോണിന് ചുറ്റുമായിട്ട് ഷ്വാൻ സെൽസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ചുറ്റിയിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അതിന് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്. എസ്പെഷ്യലി എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആക്സണിനെ അല്ലെങ്കിൽ നെർവ് ഫൈബറിനെ. അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഓക്സിജൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ അതുപോലെ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഈ ന്യൂറോൺസിലൂടെ ഇമ്പൾസസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റിമുലസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, അതായത് വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈലിൻ ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈലിൻ ഷീറ്റിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് അതായത് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈലിൻ ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈലിൻ ഷീറ്റ് ഉള്ള പാർട്ടിനെ ന്യൂറോൺസിനെയൊക്കെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. കാരണം ഒരു വൈറ്റിഷ് അപ്പിയറൻസ് ആയിരിക്കും മൈലിൻ ഷീറ്റ് ഉള്ള പാർട്ടിനെ പറയുന്നത്. അപ്പോൾ അതിനെ വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. മൈലിൻ ഷീറ്റിന്റെ പ്രസൻസ് ഉള്ള ന്യൂറോണിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ആബ്സെന്റ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷൻ പറയണമെങ്കിൽ എന്താണ് ഇമ്പൾസസ് എന്ന് പറയണം? നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെസ്സേജസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ മെസ്സേജസ് that are carried through the neurons. ന്യൂറോൺസിലൂടെ ക്യാരി ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെസ്സേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പൾസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോൾ ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത് റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റർ സെൽസ് ആണ് റിസീവ് ചെയ്യുന്നത്. സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സെൽസിനാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ന്യൂറോൺസ് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്? ഇമ്പൾസസ് ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ പാത്ത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും ആദ്യം ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഒരു ഓർഗാനിസം സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ അതിനകത്തിലെ ഇമ്പൾസസിനെ ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത്. ഡെൻഡ്രോണിലേക്ക് പോകുന്നു, ഡെൻഡ്രോണിൽ നിന്ന് അതെങ്ങോട്ട് പോകുന്നു? സെൽ ബോഡിയിലേക്ക് പോകുന്നു. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ട്രക്ചർ വരണം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ എഴുതാൻ പറ്റും. സെൽ ബോഡിക്ക് ശേഷം എന്താണ് വരുന്നത്? ആക്സൺ ആണ് വരുന്നത്. ആക്സണിന് ശേഷം ആക്സണേറ്റ്, ആക്സണേറ്റിൽ നിന്ന് സിനാപ്റ്റിക് നോഡ്. ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. ഇത്രയും ഒരൊറ്റ ന്യൂറോണിൻ്റെ പാർട്ടാണ്. ഇനി ഈ ന്യൂറോൺ, അതായത് ന്യൂറോൺ എങ്ങനെയായിരുന്നു ഇരിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ? ഇതുപോലെ ഇരിക്കുന്ന ഈ ഒരു ന്യൂറോൺ ഇവിടം വരെ നമ്മുടെ എന്തെത്തി?
ഇമ്പൾസസ് എത്തി. ഇനി അടുത്ത ന്യൂറോണിലേക്ക്, അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോണിലേക്ക് ഇതിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ഇമ്പൾസ് ഈ ഒരു സിനാപ്റ്റിക് നോബ് വരെ എത്തി. ഇനി നമ്മൾ അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. പക്ഷേ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണക്ഷൻ വേണം. പക്ഷേ ഇവിടെ കണക്ഷൻ ഒന്നുമില്ല, പകരം അവിടെ ഒരു ഗ്യാപ്പാണുള്ളത്. ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വേറെ അറിയേണ്ട ഒരു ടേമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ആ ജംഗ്ഷൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഈ സിനാപ്റ്റിക് നോബ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് അയക്കും. എന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? അടുത്തുള്ള ന്യൂറോൺ, അതായത് ഡെൻഡ്രൈറ്റിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് അവിടെ വീണ്ടും ഇമ്പൾസ് ഉണ്ടായി, അടുത്ത ന്യൂറോണിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്തു, വീണ്ടും ആക്സണിലേക്ക് പോയി, അങ്ങനെ ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾസ് ആണ് അസറ്റോകോലൈനും അതുപോലെ തന്നെ ഡോപമൈൻ. സോ ട്രാൻസ്മിഷൻ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ട്രാൻസ്മിഷൻ്റെ സ്റ്റിമുലസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇമ്പൾസ് ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിലേക്ക് കൊടുക്കും, ഡെൻഡ്രോൺ സെൽ ബോഡിയിലേക്ക് കൊടുക്കും, സെൽ ബോഡി ആക്സണിലേക്ക് കൊടുക്കും, ആക്സണൈറ്റിലേക്ക് കൊടുക്കും. ആക്സണൈറ്റ് എവിടെ ചെന്ന് എന്ത് ചെയ്യും? ആക്സണൈറ്റ് എന്തിന് കൊടുക്കും? സിനാപ്റ്റിക് നോബിന് കൊടുക്കും. ഈ സിനാപ്റ്റിക് നോബിൽ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞു. അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? തൊട്ടടുത്തുള്ള ന്യൂറോണിനെ അല്ലെങ്കിൽ ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനെ അഡ്ജസൻ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ അഡ്ജസൻ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും എന്തുണ്ടാവും? ഇമ്പൾസ് ഉണ്ടാവും. അത് വീണ്ടും അതേ പാറ്റേണിലൂടെ തന്നെ, അതായത് ഡെൻഡ്രോണിലേക്ക്, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക്, ആക്സണൈറ്റ്, ആ ഒരു പാത്തിലൂടെ ട്രാവൽ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഈ ന്യൂറോണിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 types ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഒന്ന് പറയുന്നത് സെൻസറി ന്യൂറോണും രണ്ടാമത്തത് മോട്ടോർ ന്യൂറോണും. സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് ഇമ്പൾസസിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നവരാണ്? ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇമ്പൾസിനെ വേരിയസ് പാർട്സിൽ നിന്ന് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിൽ നിന്ന് റിസീവ് ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്, ടു ബ്രെയിൻ. ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. അത് സെൻസ് ഓർഗൻസിൻ്റെ അടുത്തുനിന്ന് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്, അതാണ് സെൻസറി ന്യൂറോൺ. സെൻസ് ചെയ്ത് അതിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. എന്നാൽ മോട്ടോർ ന്യൂറോൺസ് എന്താണ്? മോട്ടോർ എന്ന് പറയുമ്പോൾ ആക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബ്രെയിൻ ഒരു ഡിസിഷൻ ഉണ്ടാകും. ആ ഒരു ഡിസിഷൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഇമ്പൾസസ് ആക്കി ബ്രെയിനിൽ നിന്ന് വേരിയസ് പാർട്സിലേക്ക് ആക്ഷന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് ആരെന്ന് പറയുന്നത്? മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് ഇമ്പൾസസിനെ വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് മോട്ടോർ ന്യൂറോണും, ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോൺസും ആണ്. ഇനി ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ നെർവ്സിനെയും ഡിവൈഡ് ചെയ്യാറുണ്ട്.
അപ്പോൾ നെർവ്സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ് നെർവ് എന്നും കൂടെ നമ്മൾ പറയണം. നെർവ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സണിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. ഇതെന്ത് വെച്ച് കവർ ചെയ്തിരിക്കും? ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് കുറേയധികം ആക്സൺസിനെ നമ്മളൊരു കണക്റ്റീവ് ടിഷ്യൂ വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിനെ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ് എന്ന് പറയുമ്പോൾ ഇതേ സെയിം സംഭവം തന്നെ. അതായത് ഇപ്പോൾ ഒരു നെർവ് ഇമ്പൾസസ് വേരിയസ് പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇമ്പൾസസിനെ ബ്രെയിനിലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ സെൻസറി നെർവ് എന്നും, മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ, ബ്രെയിനിൽ നിന്ന് വേരിയസ് പാർട്സിലേക്ക്. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഉണ്ട്. ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. ബ്രെയിനിൽ നിന്ന് ഇമ്പൾസസിനെ കൊണ്ടുപോകാറുണ്ട്, ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകാറുണ്ട്.